മേഘാലയയിൽ മധുവിധുവിനുടെ വരനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായത് ഫോൺ രേഖകളെന്ന് പോലീസ്. 4 ഫോണുകളാണ് ഇരുവർക്കുമായി ഉണ്ടായിരുന്നത്. അതിൽ രാജാ രഘുവംശിയുടെ ഫോൺ നശിപ്പിച്ച ശേഷം ഭാര്യ സോനം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. മറ്റ് 3 ഫോണുകൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ സോനമടക്കം 5 പ്രതികളെയും ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. ഹണിമൂൺ കൊലക്കേസിൽ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ദമ്പതികൾക്കുണ്ടായിരുന്ന 4 ഫോണിൽ 1 സോന നശിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചുവെന്നാണ് പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ഇൻഡോറിലേക്ക് കടന്ന സോനം ഈ 3 ഫോണുകളിൽ 1 ഓൺ ചെയ്ത് മറ്റൊരു സിമ്മിട്ട ശേഷം അതിലെ വാട്സാപ്പ് സന്ദേശങ്ങൾ പരിശോധിച്ചു. അറസ്റ്റിന് ശേഷം ഈ ഫോണുകൾ എവിടെയെന്നത് സംബന്ധിച്ച് ഒന്നും പറയാൻ സോനം തയ്യാറായിട്ടില്ല. ഫോണുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊലപാതക രംഗം പുനഃസൃഷ്ടിക്കുന്നതടക്കമുള്ള നടപടികളും പോലീസ് നടത്തിയിരുന്നു. കൊല്ലപ്പെട്ട രാജയുടെ ഭാര്യയും പ്രതിയുമായ സോനം, കാമുകൻ രാജ് കുശ്വാഹ മറ്റു കൂട്ടുപ്രതികളുമായി വെയ്സഡോങ്ങിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്. മുഴുവൻ പ്രതികളും ആദ്യമായാണ് മേഘാലയയിൽ എത്തിയതെന്നും കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. ഇരുവരെയും കാണാതായെന്നുള്ള രാജിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് മലയിടുക്കിൽ നിന്നും രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജിന്റേത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പിന്നെ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. ഭാര്യ സോനമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കാമുകൻ രാജ് കുശ്വാഹയ്ക്കൊപ്പം ജീവിക്കാനായാണ് പങ്കാളി രാജാ രഘുവംശിയെ കൊലപ്പെടുത്തിയത്. ഇതിനായി രാജാണ് കൊലപാതകം നടത്താനുള്ള കൊട്ടേഷൻ സംഘത്തെ കണ്ടെത്തിയതും പണം നൽകിയതും. തുടർന്ന് മധുവിധുവിനെ മേഘാലയയിൽ എത്തിയപ്പോൾ കൊലപാതകം നടത്തുകയായിരുന്നു. മെയ് 23-നാണ് കുറ്റകൃത്യം നടന്നത്. ജൂൺ 2-നാണ് രാജയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിനിടെ ഒളിവിൽ പോയ സോനം ഈ മാസം 9-നാണ് ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ കീഴടങ്ങിയത്. സോനത്തിനായുള്ള തെരച്ചിൽ പുരോഗമിക്കവേ ദമ്പതികളെ 3 പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനോട് പറഞ്ഞു. ഇതാണ് കേസിൽ വഴിത്തിരിവായത്. ആഭരണങ്ങൾ കൈക്കലാക്കാൻ എത്തിയ സംഘത്തിന്റെ ആക്രമണത്തിലാണ് രാജ കൊല്ലപ്പെട്ടതെന്നും മറ്റൊന്നും തനിക്ക് ഓർമ്മയില്ലെന്നുമാണ് സോനം പോലീസിനോട് ആദ്യം പറഞ്ഞത്. മയക്കുമരുന്ന് നൽകി തന്നെ ആരോ ഗാസിപ്പൂരിൽ എത്തിച്ചെന്നും അവർ പറഞ്ഞു. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ സോനം കുറ്റം സമ്മതിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 3-ാം ദിനം മുതൽ ആൺസുഹൃത്തുമായി ചേർന്ന ഭർത്താവ് രാജാ രഘുവംശിയെ കൊല്ലാൻ പദ്ധതിയിട്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവന്നു. സോനത്തിന്റെയും രാജിന്റെയും ചാറ്റാണ് പുറത്തുവന്നത്. ഭർത്താവ് തന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്നും വിവാഹത്തിന് മുൻപ് തന്നെ രാജയിൽ നിന്ന് അകലം പാലിച്ചിരുന്നുവെന്നും ചാറ്റിൽ സോനം പറയുന്നുണ്ട്. സോനം ഫോണിലൂടെ കൊലയാളി സംഘത്തിന് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി. ഇതിലൂടെയാണ് സംഘം ദമ്പതികളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിരുന്നത്. കേസിൽ സോനത്തിനും രാജിനും പുറമെ വിശാൽ, ആനന്ദ്, ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.